കൂടാതെ നമുക്കൊന്നൊരു ഡബിൾ പൈ ചാർട്ട് വെച്ചിട്ട് ഡി എ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. Given below are two pie charts. First one shows percentage distribution of total population of 5 cities in 2016 and second one shows percentage distribution of male population in these cities in the same year. അതായത് നമുക്ക് രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രാഫിൽ 5 സിറ്റികൾ, ഈ 5 സിറ്റികളുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണെന്നും ഈ ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ സിറ്റിയിലും ഉള്ളതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, എ എന്ന് പറയുന്ന ഈ സിറ്റിക്കകത്ത് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ 6,30,000. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഓരോ സിറ്റിയുടെയും ടോട്ടൽ പോപ്പുലേഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ ഗ്രാഫിൽ ഈ ഓരോ സിറ്റിയിലുള്ള അല്ലെങ്കിൽ ഈ 5 സിറ്റിയിലുള്ള ടോട്ടൽ മെയിൽ പോപ്പുലേഷൻ എത്രയും തന്നിട്ടുണ്ട്. അതിൽ ഈ ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ സിറ്റിയിലുള്ളതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോ സിറ്റിയുടെയും ടോട്ടൽ മെയിൽ പോപ്പുലേഷൻ കിട്ടും. അപ്പോൾ നോക്കി, ഓരോ സിറ്റിയുടെയും ടോട്ടൽ പോപ്പുലേഷൻ ഫസ്റ്റ് ഗ്രാഫിൽ നിന്ന് കിട്ടും, ടോട്ടൽ മെയിൽ പോപ്പുലേഷൻ സെക്കൻഡ് ഗ്രാഫിൽ നിന്ന് കിട്ടും. ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് ടോട്ടൽ മെയിൽ പോപ്പുലേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫീമെയിൽ പോപ്പുലേഷൻ കിട്ടും. മനസ്സിലായല്ലോ? ഇനി വേറെ കാര്യം കൂടെ നോക്കുക. ടോട്ടൽ 6 ലക്ഷം ഉണ്ട്, ടോട്ടൽ പോപ്പുലേഷൻ 6 ലക്ഷം, ടോട്ടൽ മെയിൽ പോപ്പുലേഷൻ 4 ലക്ഷം. അപ്പോൾ ടോട്ടൽ ഫീമെയിൽ പോപ്പുലേഷൻ എത്രയായിരിക്കും? 2 ലക്ഷം ആയിരിക്കത്തില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഒരു ഡി എ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ആദ്യമേ വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷമേ ക്വസ്റ്റിനിലേക്ക് പോകാവുള്ളൂ. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്കിവിടെ 2016 ഡാറ്റ വന്നിരിക്കുന്നത്. 2016 5 സിറ്റികളുടെ ടോട്ടൽ പോപ്പുലേഷനും ടോട്ടൽ മെയിൽ പോപ്പുലേഷനും വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ മെയിൽസ് ഇൻ സിറ്റി ബി ആൻഡ് ഡി ടുഗദർ ടു ഫീമെയിൽസ് ഇൻ സിറ്റി എ ആൻഡ് ബി ടുഗദർ? ബിയുടെയും ഡിയുടെയും മെയിലിൻ്റെയും എയുടെയും ബിയുടെയും ഫീമെയിലിൻ്റെയും സമ്മിൻ്റെ റേഷ്യോ എടുക്കാൻ പറഞ്ഞേക്കുക. നോക്കി, മെയിൽ ബിയുടെയും ഡിയുടെയും മെയിലിൻ്റെ സം നമുക്ക് ഈ രണ്ടാമത്തെ ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. എയുടെയും ബിയുടെയും ഫീമെയിലിൻ്റെ എങ്ങനെ കിട്ടും? ആദ്യം മെയിലത്തെ ഗ്രാഫിൽ നിന്ന് ടോട്ടൽ കണ്ടുപിടിക്കണം, പിന്നെ രണ്ടാമത്തെ ഗ്രാഫിൽ നിന്ന് ടോട്ടൽ മെയിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് തമ്മിൽ കുറച്ചാൽ മതി. നമുക്ക് ആദ്യം ബിയുടെ ഡിയുടെ മെയിൽ അങ്ങ് കണ്ടുപിടിക്കാം. നോക്കി, ബി ഇത്, ഡി ഇത് 25%, ഇത് 13%. അപ്പോൾ നമുക്ക് ഈ 4 ലക്ഷത്തിൻ്റെ 25% കണ്ടുപിടിക്കണം, 13% കണ്ടുപിടിക്കണം, അത് രണ്ടും കൂട്ടണം. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് കൂട്ടാൻ പോകണ്ട. പെർസെൻറ്റേജ് സം എടുത്തിട്ട് ഈ ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് എടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 25%യും 13%യും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 38% ഓഫ് 4 ലക്ഷം എന്ന് കിട്ടും. 35% ഓഫ് 4 ലക്ഷം 400,000. താഴെ എയുടെയും ബിയുടെയും ഫീമെയിലിൻ്റെ സമ്മം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ 38 ഉണ്ട്, നമ്മുടെ ഓപ്ഷൻസിൽ 19 ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ റേഷ്യോ എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് മേളിൽ വരുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. ശരിയാണല്ലോ? അപ്പോൾ നോക്കി, നമ്മുടെ ഓപ്ഷൻസിൽ ഫസ്റ്റ് ഇവിടെ 11 കിടക്കുന്നുണ്ട്. 11 എന്തായാലും മേളിൽ വരത്തില്ല, കാരണം 11ൻ്റെ മൾട്ടിപ്പിൾസ് മേളിൽ കിടപ്പില്ല. 7ൻ്റെ മൾട്ടിപ്പിൾസ് ഇവിടെ കിടപ്പുണ്ടോ? ഇല്ല. വീണ്ടും 11, അതില്ല. 14 അതുണ്ടോ? അതുമില്ല. മേളിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് 14 വരുമോ? 14 വരണമെങ്കിൽ 2ഉം 7ഉം വരണ്ടേ? ഇവിടെ 7ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 14 വരത്തില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഒരേ ഒരു ആൻസറേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോക്കി, നമ്മളിവിടെ ആൻസർ മൊത്തം ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യാൻ നേരത്ത് ഓപ്ഷൻസിലേക്ക് ഒന്ന് കണ്ടുപിടിക്കുക. ഈ ഫാക്ടേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ സിറ്റി സി ആൻഡ് ഇ ടുഗദർ? സിയുടെ ഇയുടെയും ടോട്ടൽ ഫീമെയിലിൻ്റെ എണ്ണം എടുക്കാൻ പറഞ്ഞേക്കും. അതെങ്ങനെ എടുക്കും? ആദ്യം സിയുടെയും ഇയുടെയും ടോട്ടൽ പോപ്പുലേഷൻ എടുക്കണം. അതിൽ നിന്ന് സിയുടെയും ഇയുടെയും ടോട്ടൽ മെയിൽ കുറയ്ക്കണം. അപ്പോൾ നോക്കി, സിയുടെ ഇയുടെയും ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് ഇതിവിടെ നിന്ന് കിട്ടും. സി ഇത്, ഇ ഇത്, ഇതും ഇതും 21 15 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 38 കിട്ടും. 6 ലക്ഷത്തിൻ്റെ 38% ആണ് ഇവരുടെ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ 38% ഓഫ് 6 ലക്ഷം മൈനസ്. ഇനി സിയുടെ ടോട്ടൽ മെയിൽ എടുക്കണം. നോക്കി, സി ഇതും ഈ ഇതും അല്ലേ? 20ഉം 14ഉം കൂട്ടിക്കഴിഞ്ഞാൽ 37. 4 ലക്ഷത്തിൻ്റെ 34%. അപ്പോൾ നോക്കി, 6 ലക്ഷത്തിന് 38% നിന്ന് 4 ലക്ഷത്തിന് 37% കുറയണം. ഈ 38% നമുക്ക് 34% ഓഫ് 6 ലക്ഷം പ്ലസ് 4% ഓഫ് 6 ലക്ഷം എന്ന് എഴുതാലോ, മൈനസ് 4 ലക്ഷത്തിൻ്റെ 37%. ഇനി 6 ലക്ഷത്തിൻ്റെ 37% നിന്ന് 4 ലക്ഷത്തിൻ്റെ 37% കുറയണം. 37% കോമൺ എടുത്തു കഴിഞ്ഞാൽ 6 ലക്ഷം മൈനസ് 4 ലക്ഷം 2 ലക്ഷത്തിൻ്റെ 34% കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതും പോയി. പ്ലസ് 6 ലക്ഷത്തിൻ്റെ ഒരു 4%. ഇനി ഇത് രണ്ടും കൂടെ ചെയ്താൽ മതി. നോക്കി, 2 ലക്ഷം എന്ന് പറഞ്ഞാൽ 200,000. 37%ൻ്റെ താഴത്തെ 2 സീറോയും ഈ 2 സീറോയും പോകും.
2000 ഇൻറ്റു 37 എത്ര കിട്ടും? 68 എന്ന് കിട്ടും. അപ്പോൾ ഇത് 68,000. ഇനി 6 ലക്ഷത്തിൻ്റെ 4% എടുക്കണം. 6 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് 60,000. അപ്പോൾ 1% എന്ന് പറയുന്നത് 6,000. 6,000 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 24,000. 24,000 എന്ന് കിട്ടും. 68,000-ൻ്റെ കൂടെ 24,000 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 6 × 8 പിന്നെ ഒരു 12. അപ്പോൾ 92,000 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഇതാണ്. ഓക്കെ, അടുത്തത്. If in 2017 population of city D and C increases by 10% and 50% respectively or previous year. ഓക്കെ, നമുക്ക് 2016 കാര്യം പറഞ്ഞേക്കുന്നത്. 2016 കമ്പയർ ചെയ്യുമ്പോൾ 2017 ഡിയുടെയും സിയുടെയും ടോട്ടൽ പോപ്പുലേഷൻ 10% 15% വെച്ച് കൂടും. ആൻഡ് മെയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ബൈ 15% and 20% റെസ്പെക്റ്റീവ്ലി ഓർ പ്രീവിയസ് ഇയർ. അതുപോലെ തന്നെ 2016 കമ്പയർ ചെയ്യുമ്പോൾ 2017 ഇവരുടെ ഡിയുടെയും സിയുടെയും മെയിൽ പോപ്പുലേഷൻ 15% അതിൽ 20% വെച്ച് കൂടും. Then find the ratio between number of females in city D to number of females in city C in the year 2017. അതിനായിട്ട് 2017 ഡിയുടെയും സിയുടെയും ഫീമെയിലിൻ്റെ റേഷ്യോ എടുക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോക്കി, ഡിയുടെയും സിയുടെയും ഫീമെയിലിൻ്റെ റേഷ്യോ കിട്ടണമെങ്കിൽ നമ്മൾ ഡിയുടെ ടോട്ടലിൽ നിന്ന് ഡിയുടെ മെയിൽ കുറയ്ക്കണം, ഡിവൈഡഡ് ബൈ സിയുടെ ടോട്ടലിൽ നിന്ന് സിയുടെ ഫീമെയിൽ കുറയ്ക്കണം. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 2016 ഈ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് 17 വന്ന വ്യത്യാസം അതിനോട് ചേർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിയുടെ ടോട്ടൽ കണ്ടുപിടിക്കാം. 2016 ഡിയുടെ ടോട്ടൽ എത്രയാണ്? ഡി ഇത് 12%. 6 ലക്ഷത്തിൻ്റെ 12% കണ്ടുപിടിക്കണം. 6 ലക്ഷം ഇൻറ്റു 12% ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പോകും. 6 × 12 ചെയ്ത് എത്ര കിട്ടും? 60 12 72. 72,000 എന്ന് കിട്ടും. 72,000. ഇനി അതിനെന്ത് സംഭവിക്കും? സിറ്റി ഡിയുടെ ടോട്ടൽ പോപ്പുലേഷൻ 10% കൂടും. 72,000 10% കൂടും. 72,000-ൻ്റെ 10% എന്ന് പറയുന്നത് 7,200. രണ്ടും കൂടെ കൂട്ടിങ്ങി എത്ര കിട്ടും? 792 പിന്നെ 20, അതായത് 79,200 എന്ന് കിട്ടും. അപ്പോൾ സിറ്റി ഡിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 79,200. ഇനി സിറ്റി ഡിയുടെ മെയിൽ എത്രയാണ്? സിറ്റി ഡിയുടെ മെയിൽ 13%. 4 ലക്ഷത്തിൻ്റെ 13%. 4 ലക്ഷത്തിൻ്റെ 13/100 ചെയ്ത് കഴിഞ്ഞാൽ ഇതും പോവും. 4 × 13 ചെയ്ത് കഴിഞ്ഞാൽ 52,000 എന്ന് കിട്ടും. അതിനെന്ത് സംഭവിക്കും? സിറ്റി ഡിയുടെ മെയിൽ 15% കൂടും. ഈ 52,000 15% കൂടും. 52,000-ൻ്റെ 10% എന്ന് പറയുന്നത് 5,200. അപ്പോൾ 5% എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയല്ലേ? അതെത്രയാണ്? 2,600. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0087 7,800. ഇതിൻ്റെ കൂടെ 7,800 കൂട്ടണം. അപ്പോൾ 59,800 എന്ന് കിട്ടും ഇത്. അപ്പോൾ സിറ്റിയുടെ മെയിൽ 59,800. 79,200 നിന്ന് 59,800 കുറക്കണം. 800-ൻ്റെ കൂടെ 400 കൂട്ടിക്കഴിഞ്ഞാൽ അത് 60,200 ആവും. 60,200-ൻ്റെ കൂടെ ഒരു 19,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് 79,200 ആവത്തില്ലേ? അപ്പോൾ മെയിൽ വരുന്ന സാധനം കിട്ടി 19,400. നമ്മൾ ഓപ്ഷൻ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 194 കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെ 194 കിടപ്പുണ്ട്. താഴെ ഇതുപോലെ 2 0 അങ്ങ് വെട്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഈ സംഭവം വരും. പക്ഷേ ഇവിടെ നൺ ഓഫ് ദീസ് കിടക്കുന്നതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം, നമ്മൾ ഈ റേഷ്യോ എടുത്ത് കഴിയുമ്പോൾ മെയിലിൽ വരുന്ന സാധനത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും ഇവിടെ ഫസ്റ്റ് വരുന്നത്. അങ്ങനെ വരുന്നത് 197 മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് താഴത്തെ കൂടെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് സിയുടെ ടോട്ടൽ കണ്ടുപിടിക്കാം. സിയുടെ ടോട്ടൽ നോക്കി, സിയുടെ ടോട്ടൽ സി 15%. 6 ലക്ഷത്തിൻ്റെ 15% കൂടെ വേണം. അപ്പോൾ നോക്കി, ഇത് ഇൻറ്റു 15/100 ചെയ്ത് കഴിഞ്ഞാൽ ഇതും പോവും. 15 × 6 6 30 90,000 കിട്ടും. ഈ 90,000-ന് എന്ത് വരും? സിയുടെ ടോട്ടൽ 15% കൂടും. അപ്പോൾ ഇതിൻ്റെ കൂടെ 15% കൂട്ടണം. 90,000-ൻ്റെ 10% എന്ന് പറയുന്നത് 9,000. 5% എന്ന് പറയുന്നത് 10%-ൻ്റെ പകുതി, അതായത് 4,500. അപ്പോൾ എത്ര കിട്ടും? 13,500 കിട്ടും. 13,500 ഇതിനോട് കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? ഒരു 500 കൂടെ. അപ്പോൾ 90,000 14,000 കൂട്ടി കഴിഞ്ഞാൽ 1 ലക്ഷം. 1,03,500 കിട്ടും. അപ്പോൾ സിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 1,03,500. ഓക്കെ, ഇനി സിയുടെ ഫീമെയിൽ അല്ല, സിയുടെ മെയിൽ കണ്ടുപിടിക്കും. സിയുടെ മെയിൽ എത്രയാണ്? 4 ലക്ഷത്തിൻ്റെ 20%. 4 ലക്ഷത്തിൻ്റെ 20%. 4 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് 40,000. 20% എന്ന് പറയുന്നത് 80,000. ഇനി 2017 ആകുമ്പോൾ ഈ സിയുടെ മെയിലിന് എന്ത് പറ്റും? സിയുടെ മെയിൽ 20% കൂടും.
ഇതിൻ്റെ കൂടെ ഇതിൻ്റെ 20% കൂടണം. 80,000-ൻ്റെ 10% എന്ന് പറയുന്നത് 8,000, 20% എന്ന് പറയുന്നത് 16,000. ഇതിൻ്റെ കൂടെ 16,000 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഇടും? 96,000 കിട്ടും. 96,000. 1,03,500 നിന്ന് 96,000 കുറയ്ക്കണം. ഓക്കെ, 96,000-ൻ്റെ കൂടെ ഒരു 4,000 ചേർത്ത് കഴിഞ്ഞാൽ അത് എത്രയാവും? 1,00,000 ആവും. ശരിയല്ലേ? ഇനി 4,000-ൻ്റെ കൂടെ 3,500 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 7,500 വരും. ക്ലിയർ ആയോ? അപ്പോൾ ഈ മേളിൽ കിടക്കുന്നത് 2017 ഡിയുടെ ഫീമെയിൽ, ഈ കിടക്കുന്നത് 2017 സിയുടെ ഫീമെയിൽ. ഈ 2 0 പോയി കഴിഞ്ഞാൽ 194:75 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് തന്നെയായിരുന്നു. പക്ഷേ നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആദ്യം ഇത് ഉറപ്പിക്കാൻ പറ്റാറുന്നത്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി. അടുത്തത്, വാട്ട് വാസ് ദ പോപ്പുലേഷൻ ഓഫ് സിറ്റി സി ഇൻ 2014? പോപ്പുലേഷൻ ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 20% ആനുവലി. ഓക്കെ, നമ്മുടെ അടുത്ത് 2014 സിയുടെ പോപ്പുലേഷൻ എത്രയായിരുന്നു എന്ന് ചോദിച്ചേക്കുക. നമ്മുടെ കയ്യിലുള്ളത് 2016 സിയുടെ ടോട്ടൽ പോപ്പുലേഷന്. അത് എത്രയാണ്? സിയുടെ ടോട്ടൽ പോപ്പുലേഷൻ 6,15,000. ഇത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് 90,000 ആയിരുന്നു കിട്ടിയത്. 90,000. ഇപ്പോൾ 90,000 സിയുടെ ടോട്ടൽ പോപ്പുലേഷൻ. 2014 സിയുടെ പോപ്പുലേഷൻ ഇപ്പോൾ ഇത്രയായിരുന്നു എന്ന് വിചാരിക്കാം. അത് എത്ര തവണ കൂടും? 20% വെച്ച് കൂടണം. 2014 2016 ആണ്. അപ്പോൾ എത്ര തവണ കൂടണം? 2015 ഒരു തവണ കൂടും, 2016 ഒന്നോടെ കൂടും. ഇപ്പോൾ 2 തവണ 20% വെച്ച് കൂടണം. 20% വെച്ച് കൂടുക എന്ന് പറഞ്ഞാൽ അത് 120% ആവാൻ അർത്ഥം. 120% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ 6/5 കിട്ടും. അപ്പോൾ 2 തവണ ഇൻറ്റു 6/5 ചെയ്യുമ്പോഴാണ് നമുക്ക് 90,000 കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്ത് സി എത്ര കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് വെട്ടാം. 6 അങ്ങോട്ട് ഇട്ടിക്കഴിഞ്ഞാൽ 1 6 3 5 15 3, അപ്പോൾ 15,000. ഇനി നമുക്ക് ഒന്നോടെ 3 വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 വരും, ഇവിടെ 5 15. ഓക്കെ, ഇനി ഈ 2 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 വെട്ടിയിട്ട് ഒരു 5 വരും. അപ്പോൾ ഇവിടെ ബാക്കി 2 0 ഉണ്ട്, ഇവിടെ 2 5 ഉണ്ട്. അപ്പോൾ 5 5 25, ഇവിടെ 2 5 ഉണ്ട്. അപ്പോൾ 25 × 25 625 2 0. ഇതാണ് സിയുടെ 2014 ടോട്ടൽ പോപ്പുലേഷൻ. ഇത് കിടക്കും. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ സിറ്റി സി ഇസ് ഹൗ മച്ച് പെർസെൻറ്റ് മോർ ഓർ ലെസ് ദാൻ മെയിൽസ് ഇൻ സിറ്റി ഡി? ഓക്കെ, അതായത് സിറ്റി ഡിയുടെ മെയിൽ സിറ്റി സിയുടെ ഫീമെയിലിനേക്കാളും എത്ര % കൂടുതലാണ് അല്ലെ എത്ര % കുറവാണെന്ന് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം സിറ്റി ഡിയുടെ മെയിൽ എത്രയാണ് കണ്ടുപിടിക്കാം. ഓക്കെ, സിറ്റി ഡിയുടെ മെയിൽ 4,13,000. അതെടുത്ത് കഴിഞ്ഞാൽ 40 12 52,000 കിട്ടും നമുക്ക്. ഇനി സിറ്റി സിയുടെ ഫീമെയിൽ എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, സിറ്റി സിയുടെ ടോട്ടൽ എത്രയായിരുന്നു? സിറ്റി സിയുടെ ടോട്ടൽ 90,000 ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇനി സിറ്റി സിയുടെ മെയിൽ എത്രയാണ്? 20%. 4,00,000-ൻ്റെ 20%. 4,00,000-ൻ്റെ 10% എന്ന് പറയുന്നത് 40,000. അപ്പോൾ 20% എന്ന് പറയുന്നത് 80,000. അപ്പോൾ 80,000. ഓക്കെ, ടോട്ടൽ 90,000, മെയിൽ 80,000. അപ്പോൾ ഫീമെയിൽ എന്ന് പറയുന്നത് 10,000 ആയിരിക്കും, അതായത് 10,000. അപ്പോൾ ഓക്കെ, നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഈ സിയുടെ ഫീമെയിൽ ഡിയുടെ മെയിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര % കൂടുതലാണ് കുറവാണെന്നാണ്. ഇവിടെ എന്തായാലും കുറവാണ്. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻസിൽ കുറവുള്ള ആൻസറേ വരത്തുള്ളൂ. എത്ര കുറവുണ്ടെന്ന് നോക്കി? 52 10 52 10 കുറച്ചാൽ 42,000 കിട്ടും. കമ്പയർ ചെയ്യേണ്ടത് ഡിയുടെ മെയിലുമായിട്ടാണ്. അപ്പോൾ താഴെ ഡിയുടെ എഴുതുക. ഇത് 42 ഇത് 52 ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ആൻസർ. ഈ കെയും പോവും. 42 52. ഈ 42 എന്ന് പറയുന്നത് 52-ൻ്റെ എത്ര ശതമാനമായിരിക്കും നോക്കിയേ? നമ്മുടെ ഓപ്ഷൻസിൽ 19%, 81% ഉള്ളത്. ഈ 52-ൻ്റെ 19% അല്ലെങ്കിൽ 52-ൻ്റെ 20% എടുക്കുക. 52-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 5.2, 20% എന്ന് പറഞ്ഞാൽ 10.4 ആണ്. അതിനേക്കാളും വലുതല്ലേ 42. അപ്പോൾ എന്തായാലും ഇതല്ല. പിന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് ഡിക്കാത്ത മൊത്തം 5 ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടായിരുന്നത്. നമുക്ക് എക്സാമിന് ഈ ഡി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനകത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തവിടെ ഇട്ടേക്കാം. എന്നിട്ട് നമ്മുടെ ആ എക്സാമിനകത്ത് നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വരുമല്ലോ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഓക്കെ, ഡി എ നമ്മൾ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അതിനകത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാം ചെയ്തോളൂ. അതിനകത്ത് പാടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ടിട്ട് പിന്നെ ചെയ്താൽ മതി. ക്ലിയർ ആയാലോ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മാക്സിമം ടൈം സേവ് ചെയ്തിട്ട് നിങ്ങൾ ഡി എ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.